നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. CN 8/2024 ഈ നോട്ടിഫിക്കേഷൻ നമ്പർ. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഗ്രൂപ്പ് ഡി ലെവൽ 1 പോസ്റ്റുകളാണിത്. ഏകദേശം 32,438 വേക്കൻസീസാണ് ഉള്ളത്. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. OBCക്കും SC/STക്കും അവരുടേതായ വയസ്സിളവും ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് ലെവൽ 1 വരുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ് പേ സ്കെയിൽ ലെവൽ 1 ആണ്. 18,000 രൂപയാണ് ബേസിക്. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പോൾ DA 53%. എല്ലാം കൂടി ഏകദേശം ഒരു 30,000-നും 35,000 ഇടയിൽ സാലറി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ 2026 സെൻട്രൽ ഗവൺമെൻറ് അടുത്ത പേ കമ്മീഷനും വരുന്നതാണ്. അപ്പോൾ സാലറി ഇനിയും വർദ്ധിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇതിന് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് 23 ജനുവരി 2025 മുതലാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത്. 22 ഫെബ്രുവരി 2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് RRB വെബ്സൈറ്റിലൂടെയാണ്. നിങ്ങൾക്ക് ഏത് റെയിൽവേയിലാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു RRBയുടെ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജനുവരി 1, 2025 ഡേറ്റിലാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഒരു ഡേറ്റിൽ 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റിയത്. OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ 3 വർഷത്തെയും SC/ST ആണെങ്കിൽ 5 വർഷത്തെയും വയസ്സുള്ളത് ലഭിക്കുന്നതായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. 18 മുതൽ 36 വയസ്സ് വരെയിൽ UR and EWS ആണെങ്കിൽ 2 ജനുവരി 89 ശേഷം ജനിച്ചവർക്ക് അപേക്ഷിക്കാം. OBC നോൺ ക്രിമിനൽ ആകുമ്പോൾ 2 ജനുവരി 86 ശേഷം ജനിച്ചവർക്ക്, SC/ST ആകുമ്പോൾ 2 ജനുവരി 84 ശേഷം ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. ലോവർ ലിമിറ്റ് വരുന്ന ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ജനുവരി 1, 2007 മുൻപ് ജനിച്ചവർക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. എക്സാമിനേഷൻ ഫീസ് വരുന്നത് 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതിൽ 400 രൂപ നിങ്ങൾ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് അപ്പിയർ ചെയ്താൽ 400 രൂപ നിങ്ങൾക്ക് റീഫണ്ടായി കിട്ടുന്നതായിരിക്കും. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്. നിങ്ങൾക്ക് 250 രൂപയും റീഫണ്ടായി കിട്ടുന്നതായിരിക്കും നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്താൽ. അതുപോലെ തന്നെ PWD എക്സ് സർവീസ്മെൻറ്റ് കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു SC/ST മൈനോറിറ്റി കമ്മ്യൂണിറ്റി എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ഇവർക്കൊക്കെ 250 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. നിങ്ങൾക്ക് എക്സാം അപ്പിയർ ചെയ്താൽ അത് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്ന് പറയുന്നത് 90 മിനിറ്റിൻ്റെ ആയിരിക്കും. 1.5 മണിക്കൂർ ടെസ്റ്റ്. ജനറൽ സയൻസിൻ്റെ 25 ക്വസ്റ്റ്യൻ, മാത്സ് 25, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 100 മാർക്കിനായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകുന്നതായിരിക്കും. 1/3 മാർക്ക് നെഗറ്റീവ് റോങ് ആൻസറിന് കട്ടാവുന്നതായിരിക്കും. സിലബസ് വരുന്ന മാത്സിൻ്റെ 10th ബേസ്ഡ് സിലബസ് ആയിരിക്കും. ട്രിഗ്നോമെട്രി, LCM, HCF, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തുടങ്ങിയ സിലബസൊക്കെ ഉണ്ടാകും. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ വെൻ ഡയഗ്രം, ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ. ജനറൽ സയൻസിന് ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് ആയിരിക്കും 10th ലെവലിൻ്റെ. ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ് ഉണ്ടാകും. സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റി, എക്കണോമിക്സ്, പോളിസി തുടങ്ങിയ പൊളിറ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ കറണ്ട് അഫയേഴ്സ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 100 മീറ്റർ 35 കിലോ വെയിറ്റ് ക്യാരി ചെയ്തിട്ട് നിങ്ങൾ പോകേണ്ടതാണ്. 2 മിനിറ്റാണ്. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 20 കിലോ വെയിറ്റ് ആണ്. 100 മീറ്റർ 2 മിനിറ്റ്. പിന്നെ അതുപോലെ തന്നെ റണ്ണിങ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 1000 മീറ്റർ ആണ് 5 മിനിറ്റ് 40 സെക്കൻഡിൽ. മെയിൽ കാൻഡിഡേറ്റ്സ് 1000 മീറ്റർ 4 മിനിറ്റ് 15 സെക്കൻഡിലാണ്. അതുപോലെ തന്നെ എക്സാമിനേഷൻ വേണമെങ്കിൽ മലയാളത്തിലും എക്സാം എഴുതാവുന്നതാണ്. ഇംഗ്ലീഷിൽ വേണ്ടവർക്ക് ഇംഗ്ലീഷിൽ എഴുതാം. അല്ലെങ്കിൽ മലയാളം, മണിപ്പൂരി, മറാത്തി, ഒഡിയ അങ്ങനെ 13 ഭാഷകളിലും എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മലയാളം താല്പര്യമുള്ളവർ നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളതിൻ്റെ മീഡിയം ഓഫ് എക്സാമിനേഷൻ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ടോട്ടൽ 32,000 പോസ്റ്റ് ഉണ്ട്. അത് പല റെയിൽവേകളിലായിട്ടാണ് വേക്കൻസി വരുന്നത്. ഇപ്പോൾ വെസ്റ്റേൺ റെയിൽവേ മുംബൈയിൽ 4,672 പോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കേരളമൊക്കെ വരുന്നത് സദേൺ റെയിൽവേയിലാണ്. സദേൺ റെയിൽവേയിൽ ടോട്ടൽ 2,694 വേക്കൻസീസ് ആണുള്ളത്. അതിൽ ICF ചെന്നൈൻ്റെ വേക്കൻസി കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇൻ്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി ചെന്നൈൻ്റെ വേക്കൻസീസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിൽ പല പോസ്റ്റുകളാണുള്ളത്. അസിസ്റ്റൻറ്റ് SNT, അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ്, അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ്, അസിസ്റ്റൻറ്റ് TL ആൻഡ് AC, പോയിൻറ്റ്സ്മാൻ, ട്രാക്ക് മെയിൻറ്റെയിനർ തുടങ്ങി പല പോസ്റ്റുകളാണ്. അതിൽ തന്നെ ഈ ഒരു പോസ്റ്റ് നിങ്ങളുടെ ഈ ഒരു ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. URL എത്ര വേക്കൻസിയാണ് ഓരോ പോസ്റ്റിനും. അതുപോലെ തന്നെ EWS എത്ര വേക്കൻസി, OBC, SC/ST ഒക്കെ വേക്കൻസി എത്രയാണെന്ന് കാണാം. എക്സ് സർവീസ്മെൻ വേക്കൻസീസും ഇതിൽ കാണാവുന്നതാണ്. ഡിസേബിൾഡ് വേക്കൻസീസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഏകദേശം 2,694 വേക്കൻസിയാണ് സദേൺ റെയിൽവേയുടെ കീഴിൽ. ഇതിൽ അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ ഇത് അപേക്ഷിക്കുക. 23 ജനുവരിയിൽ തൊട്ടിട്ടാണ് ഇത് സ്റ്റാർട്ട് ആവുന്നത്. ഫെബ്രുവരി 22 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക.